ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിവിധ തരം ആംഗ്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണല്ലോ. അതിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആദ്യമേ തന്നെ കണ്ടായിരുന്നു നിൽക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ കുർബാനയിൽ ഇത്രമാത്രം നിൽക്കുന്നത്? സീറോ മലങ്കര കുർബാനയിലാണെങ്കിലും ഒത്തിരി സമയം നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പൗരസ്ത്യ സഭകളിലെ കുർബാനകളിലൊക്കെ തന്നെ ജനവും പുരോഹിതനും കൂടുതൽ സമയം നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? കഴിഞ്ഞ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു, ഈശോയുടെ ഉത്ഥാനത്തിലുള്ള പങ്കുചേരലാണ് എന്നുള്ളത്. എന്നാൽ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവം ആരാണ്? നമ്മുടെ പിതാവാണ്. ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ ഞാൻ ആരാണ്? ദൈവത്തിൻ്റെ മകനാണ്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മകനോ ദൈവത്തിൻ്റെ മകളോ ആണ്. ദൈവം ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് അവരെ സൃഷ്ടിച്ചത്. എന്നാൽ അവർ പാപം ചെയ്തപ്പോൾ ആ അവകാശം അവർ നഷ്ടപ്പെടുത്തി. എന്നാൽ ഈശോ തൻ്റെ പെസഹ രഹസ്യങ്ങളിലൂടെ, ഈശോ തൻ്റെ സഹനത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ഈശോ നമുക്ക് വീണ്ടും ആ മക്കളെന്ന അവകാശം തിരികെ നൽകി. അപ്പോൾ ഈശോയുടെ ഉത്ഥാനം വഴിയാണ് നമ്മൾ വീണ്ടും ദൈവത്തിൻ്റെ മക്കളായി തീർന്നത്. മക്കൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള അവകാശമുണ്ട്. മക്കൾക്ക് ദാസന്മാരാണ് താഴ്ന്നു നിൽക്കുന്നത്. മക്കൾ പിതാവിൻ്റെ മുമ്പിൽ നിൽക്കാൻ അവകാശമുള്ളവരാണ്. അതുകൊണ്ടാണ് ഈശോയുടെ ഉത്ഥാനം വഴി മക്കളായതിനാൽ ആ ഈശോയുടെ ഉത്ഥാനത്തെ ഓർക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ നിൽപ്പിൻ്റെ അർത്ഥം.